ഒരുപാട് കഷ്ടപ്പെട്ടു DK ശിവകുമാറും കുമാരസ്വാമിയും സിദ്ധരാമയ്യയും. പക്ഷേ പണാധിപത്യത്തിന് മുന്നിൽ ജനാധിപത്യം തകരുന്ന കർണാടകയുടെ കാഴ്ചയ്ക്ക് മുന്നിൽ അവരും കാഴ്ചക്കാരായി നിൽക്കാനുള്ള വിധി മാത്രമാണ് ഉണ്ടായത്. പക്ഷേ ഈ തകർച്ചകൾക്ക് മുന്നിൽ പോലും അവർക്ക് നെഞ്ചും വിരിച്ച് പ്രതിപക്ഷത്തിരിക്കാം. സിദ്ധരാമയ്യ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ചിലപ്പോൾ വിശ്വാസ വോട്ടെടുപ്പിൽ നമ്മൾ പരാജയപ്പെട്ടേക്കാം. അങ്ങനെ നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. അതിന് നമ്മൾ തയ്യാറായി നിൽക്കണം. ആർക്കും ഒരു വിഷമം ഉണ്ടാകരുത്. ഭരണം പോവും വരും, പക്ഷേ നമ്മളെന്നും ശക്തമായ പ്രതിപക്ഷമായിട്ട് നിൽക്കണമെന്ന് സിദ്ധരാമയ്യ എല്ലാവർക്കും പാർട്ടി യോഗത്തിൽ നിർദ്ദേശം നൽകുകയുണ്ടായി. ആ വാക്കുകളിലുണ്ട് ഒരു പോരാട്ട വീര്യത്തിന്റെ കഥ. കാരണം സിദ്ധരാമയ്യ വലിയ ഇടപെടൽ നടത്തിയിരുന്നു. അദ്ദേഹം ഉറക്കമില്ലാത്ത ഇടപെടലുകളാണ് നടത്തിയത്. അവസാനം 4 പേർ കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്ന, എല്ലാ പ്രശ്നങ്ങളും മറന്ന് കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിൽ സിദ്ധരാമയ്യയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായിരുന്നു. ആ ഇടപെടൽ ഫലം കണ്ടു എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയതെങ്കിൽ പണത്തിന് മുന്നിലും അധികാരത്തിന് മുന്നിലും ആ 4 പേരും തകർന്നു പോവുകയായിരുന്നു. ഒറ്റുകാരായി നിൽക്കേണ്ട ഒരവസ്ഥയാണ് അവർക്കുണ്ടായിട്ടുള്ളത്. ഒടുവിൽ അവർ പരിപൂർണമായിട്ടും കോൺഗ്രസിന്റെ പ്രതീക്ഷകളെ തച്ചുടക്കുകയുണ്ടായി. DK ശിവകുമാർ മുംബൈയിൽ അറസ്റ്റ് വരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി. ജനാധിപത്യ വിരുദ്ധ നിലപാടാണ് കർണാടകയിൽ BJP കൈക്കൊണ്ടിട്ടുള്ളത്, യാതൊരു സംശയം വേണ്ട. മറ്റുള്ള പാർട്ടികളിലുള്ള MLA-മാരെ പണം കാണിച്ച് അധികാരം തരാമെന്ന് പറഞ്ഞ് ചാക്കിട്ട് പിടിക്കുന്ന തേർഡ് ക്ലാസ് പൊളിറ്റിക്സ് ആണ് അവിടെ BJP മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത്രയും നാണം കെട്ട ഒരു രാഷ്ട്രീയം കാണിക്കാൻ ഇവർക്കേ സാധിക്കുകയുള്ളൂ, യാതൊരു സംശയം വേണ്ട. ഇവർക്കേ സാധിക്കുകയുള്ളൂ. കാരണം അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് BJP കടന്നു പോകുന്ന ഒരു വലിയ അവസ്ഥയെ വിളിച്ചോതുന്നുണ്ട് കർണാടക. എന്തും ചെയ്യുമെന്നുള്ളതിൻ്റെ നേർസാക്ഷ്യമാണ് കർണാടക വിളിച്ചു പറയുന്നത്. പക്ഷെ ചിലപ്പോൾ അവിടെ വിശ്വാസ വോട്ടെടുപ്പിൽ കോൺഗ്രസ് JDS സർക്കാർ തോറ്റുപോകും. കാരണം 225 നിയമസഭാ അംഗങ്ങളിൽ നിലവിൽ കോൺഗ്രസിനുള്ളത് 101 പേർ മാത്രമാണ്. 107 പേർ മറുഭാഗത്തുണ്ടാകുമ്പോൾ എന്തായാലും അവർക്ക് തന്നെയായിരിക്കും ഭൂരിപക്ഷം ഉണ്ടാവുക. അത്ഭുതങ്ങൾ സംഭവിച്ചാലല്ലാതെ അവിടെ ഒരു മാറ്റവും ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെ ശക്തമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് JDS സർക്കാർ കടന്നു പോകുന്ന സാഹചര്യത്തിൽ പോലും നേതാക്കൾ ശക്തമായി പറയുന്നുണ്ട്, വിഷമിക്കരുത്, പ്രതിപക്ഷത്തിരിക്കാമെന്ന്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.